കൊക്കൈൻ കേസിലെ പ്രതികളെ 10-ാം തീയതി വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെ 4 പ്രതികളാണ് കസ്റ്റഡിയിൽ വിട്ടത്. കൊച്ചിയിൽ നിന്ന് ഉമേഷ് ആ വാർത്ത നൽകുന്നു. ഷൈൻ ടോം ചാക്കോയ്ക്ക് പുറമെ യുവസംവിധായക ബ്ലസ്സി, മോഡലുകളായ രേഷ്മ, ടിൻസി, സ്നേഹ എന്നിവരെയാണ് 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രതികളിൽ നിന്നും പിടിച്ചെടുത്ത കൊക്കൈൻ്റെ ഉറവിടം കണ്ടെത്താനും കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനും പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതിനായി 10 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ മാസം 10-ാം തീയതി 11 മണി വരെ കസ്റ്റഡിയിൽ വിടാനാണ് കോടതി അനുമതി നൽകിയത്. കസ്റ്റഡി അപേക്ഷ രാവിലെ പരിഗണിച്ച കോടതി ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പ്രതികളെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടൊപ്പം കൊക്കൈനുമായി സ്മോക്ക് പാർട്ടി നടത്തിയ കടവന്ത്രയിലെ ഫ്ളാറ്റ് ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തും. അതേസമയം മോഡലുകളെ പാർപ്പിച്ചിരുന്ന കാക്കനാട് വനിതാ ജയിലിൽ നിന്നും രഹസ്യ ക്യാമറ കണ്ടെടുത്തു. സംഭവത്തെ തുടർന്ന് തൃക്കാക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ കാറടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി മുഹമ്മദ് നിസാമിനെ ചോദ്യം ചെയ്യാനായി ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകും. അതേസമയം നിസാമിന് മയക്കുമരുന്ന് ഇടപാടുകളുമായുള്ള തെളിവുകൾ പോലീസിന് ലഭ്യമായിട്ടില്ല. തൃശൂർ പേരാമംഗലം സ്റ്റേഷനിൽ ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ജയചന്ദ്രൻ പിള്ള, പേരാമംഗലം CI ബിജുകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് മുഹമ്മദ് നിസാമിനെ ചോദ്യം ചെയ്യുന്നത്. ഇയാളുടെ വ്യാപാര സ്ഥാപനങ്ങളിലും ഫ്ളാറ്റിലും കൊണ്ടുപോയി പോലീസ് തെളിവെടുത്തു. നിസാമിന്റെ ഉടമസ്ഥതയിലുള്ള കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ നിന്ന് കൊക്കൈനുമായി നടനും 4 യുവതികളും അറസ്റ്റിലായിരുന്നു. ഫ്ളാറ്റ് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ തനിക്ക് മയക്കുമരുന്നുമായി ബന്ധമില്ലെന്നാണ് നിസാം മൊഴി നൽകിയിട്ടുള്ളത്. നിസാമിന്റെ ബംഗളൂരുവിലെ ബന്ധത്തെക്കുറിച്ചും ഇടപാടുകളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം തൃശൂരിലെ ഭൂമി ഇടപാടുകളെക്കുറിച്ചുള്ള വിവരവും പോലീസ് ശേഖരിച്ചു. നിസാം ബാംഗ്ലൂരുവിൽ സൂപ്പർ മാർക്കറ്റും ബ്യൂട്ടി പാർലറും അടങ്ങുന്ന കെട്ടിടം നിർമ്മിക്കുന്നുണ്ട്. ഇതിന്റെ ആവശ്യത്തിനാണ് ഇടയ്ക്കിടെ ബാംഗ്ലൂരിൽ പോകുന്നതെന്നാണ് വിശദീകരണം. കൊച്ചിയിലും ബാംഗ്ലൂരുവിലും മുഹമ്മദ് നിസാമിനെ കൊണ്ടുപോയി പോലീസ് തെളിവെടുക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൈൻ ടോം ചാക്കോയെ കുടുക്കിയതെന്ന് പിതാവ് ചാക്കോ പീപ്പിളിനോട് പറഞ്ഞു. കേസിന് പിന്നിൽ ഷൈനിന്റെ വളർച്ചയിൽ ബുദ്ധിമുട്ടുള്ളവരെന്നും ചാക്കോ പീപ്പിൾ TVയോട് പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. ഇതിഹാസ റിലീസ് കഴിഞ്ഞതിന് ശേഷം ഇതിഹാസയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കാലം അവനും ഗ്യാപ്പായിരുന്നു. ഇതിഹാസ റിലീസാവുന്നവരെ അവന് കാര്യമായിട്ടുള്ള വർക്കുകളൊന്നും കിട്ടിയിരുന്നില്ല. അതിനിടയിലൊരു തൃശ്ശൂർ സാജൻ കുര്യൻ്റെ ബെബിളിയോ എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ വർക്ക് മാത്രമേ അവന് കാര്യമായിട്ട് നടന്നുള്ളൂ. ഇതിഹാസ റിലീസായതിന് ശേഷം അവന് കണ്ടമാനം വളരെയധികം പടങ്ങളുടെ വർക്കും ഒന്ന് അഗ്രിമെൻറ്റും ചെയ്തിട്ടുണ്ട്. പലരും കഥകൾ വായിക്കാനും പറഞ്ഞു കൊടുക്കാനും കഥ പറയാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ തിരക്കിലായിട്ട് വരികയാണ്. ഇപ്പോൾ ഈ മാസത്തിൽ തന്നെ 3 പടത്തിൻ്റെ വർക്കാണ് ഇപ്പോൾ അവന് തുടങ്ങാൻ പോകുന്നത്. അതെങ്ങനെ തുടങ്ങാൻ പറ്റുമെന്ന് അവൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് എങ്ങനെ ഞാൻ ഇതൊക്കെ 3 കൂടി കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ വളർച്ചയിൽ ആർക്കൊക്കെയോ അതിൽ ബുദ്ധിമുട്ടുണ്ട്. അതിൽ ആരെല്ലാവരും കൂടിയിട്ട് അവനെ പെടുത്തിയതായിരിക്കാനാണ് സാധ്യത. അല്ലാണ്ട് അവൻ ഇത് ഉപയോഗിക്കില്ല എന്നാണ് പരിപൂർണ്ണ വിശ്വാസം. വീട്ടിലൊക്കെ മാസങ്ങളും ഓളം വീട്ടിലുണ്ടാകുന്ന സമയത്ത് അവർ സിഗരറ്റ് പോലും വലിക്കുന്നത് കണ്ടിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിൽ BJP നേതാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു. കൊലപാതകം ആസൂത്രണം ചെയ്തത് BJP നേതാക്കൾ തന്നെയാണെന്ന് പോലീസ് പറയുന്നു. കൂടുതൽ പേരിലേക്ക് അന്വേഷണം തുടരുകയാണ്. ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ നൽകുന്നു. ഗുണ്ടാ നേതാവും BJP ആലപ്പുഴ നിയോജക മണ്ഡലം സെക്രട്ടറിയുമായ വേണുഗോപാലിനെ കൊലപ്പെടുത്തിയ കേസിൽ 5 പേരെ മണ്ണഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. മാരായക്കുളം CA അനീഷിന്റെ നേതൃത്വത്തിലാണ് സംഘത്തെ അറസ്റ്റ് ചെയ്തത്. ഗുണ്ടാ നേതാവ് എമ്മാച്ചന്റെ കൊലപാതകത്തിന്റെ പകരം വീട്ടിലാണ് വേണുഗോപാലിന്റെ വധമെന്ന് പോലീസ് പറഞ്ഞു. കോഴഞ്ചേരി സ്വദേശി ഷാരോൺ, മണ്ണഞ്ചേരി സ്വദേശികളായ കണ്ണൻ എന്ന മാട്ടക്കണ്ണൻ, മുഹമ്മദ് അസറുദ്ദീൻ, BJP ആര്യാട് മണ്ഡലം പ്രസിഡന്റ് ജയരാജ്, മരലക്കുളം നിവാസി ഗിരീഷ് എന്നിവരാണ് പ്രതികൾ. ഷാരോൺ, കണ്ണൻ, അസറുദ്ദീൻ എന്നിവർ കൃത്യത്തിൽ നേരിട്ടിടപെട്ടു. ജയരാജും ഗിരീഷുമാണ് കൊലപാതകം സംബന്ധിച്ച ഗൂഢാലോചന നടത്തിയത്. കേസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും വരും ദിവസങ്ങളിൽ വീണ്ടും അറസ്റ്റുണ്ടാകാൻ സാധ്യതയുള്ളതായും പോലീസ് അറിയിച്ചു. തന്നെ ഓഫ് ചെയ്ത് അവരുടെ നമ്പറുകൾ കിട്ടാൻ ഇല്ലാത്ത രീതിയിലും ഒക്കെ വന്നു. തുടർന്ന് ഞങ്ങൾ വളരെ ശാസ്ത്രീയമായ രീതിയിലുള്ള അന്വേഷണം, അതിന് ഒരുപാട് സഹായം നമ്മുടെ ജില്ലാ സൈബർ സെല്ലിൽ നിന്നും മൊബൈൽ സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് കഴിഞ്ഞ ഒരു 6-7 ദിവസം അഹോരാത്രം രാപകലില്ലാതെ ഞങ്ങൾ ഇവരുടെ പുറകെ ഇവർ പോയ വഴിയിലൂടെ യാത്ര ചെയ്ത് ഇവരിലെത്തിച്ചേരുകയായിരുന്നു. അതിനു വേണ്ടിയിട്ട് പല കേന്ദ്രങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. മേലുദ്യോഗസ്ഥരായ DSPയും SP അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥരും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര പെട്ടെന്ന് ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാസം 29-ാം തീയതിയാണ് വേണുഗോപാൽ കൊല്ലപ്പെട്ടത്.
കലവൂരിലെ ഗുണ്ടാ നേതാവ് എമ്മാച്ചൻ എന്ന ചന്ദ്രലാലിനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയാണ് കൊല്ലപ്പെട്ട വേണുഗോപാൽ. എമ്മാച്ചന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്ന വേണുഗോപാൽ ജാമ്യത്തിലിറങ്ങി ദിവസങ്ങൾക്കുള്ളിലാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകം പകരം വീട്ടിലായിരുന്നു എന്ന് ആദ്യം മുതൽ തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി അഭിലാഷിന്റെ കൊലപാതകത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം മന്ദഗതിയിലെന്ന് ആക്ഷേപം. കൊലയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണത്തെ തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. റിപ്പോർട്ടിലേക്ക്. ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു അഭിലാഷ്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകും വഴിയാണ് അഭിലാഷ് കൊല്ലപ്പെട്ടത്. ഓട്ടോറിക്ഷയിൽ മറ്റു 2 സഹപാഠികൾക്കൊപ്പം വീട്ടിലേക്ക് പോയ അഭിലാഷിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വെള്ളക്കെട്ടിൽ ജഡം കണ്ടെത്തിയത്. സഹപാഠികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. സഹപാഠികൾ അഭിലാഷിനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുകയായിരുന്നു. മുങ്ങിമരണമെന്ന നിലപാടായിരുന്നു ആദ്യം ലോക്കൽ പോലീസിന്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമാണ് തെളിഞ്ഞത്. എന്നാൽ കൊലയ്ക്ക് പിന്നിൽ ഗൂഢാലോചന ആരോപിക്കപ്പെട്ടതിനെ തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. കോഴിക്കോട് നിന്നുള്ള ക്രൈംബ്രാഞ്ച് ടീം അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയൊന്നും കൈവരിക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല. ഇതിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും അഭിലാഷിന്റെ വീട് സന്ദർശിക്കുകയുണ്ടായി. പ്രതികളായ സഹപാഠികൾ ജുവൈനൽ കോടതി കസ്റ്റഡിയിലാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രാഷ്ട്രീയ കേരളത്തിൽ കോളിളക്കമുണ്ടാക്കിയ നിലമ്പൂർ രാധാവധ കേസിന് ഇന്നേക്ക് ഒരാണ്ട് തികയുന്നു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിലെ ജീവനക്കാരിയായിരുന്ന രാധയെ മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫും സുഹൃത്തും ചേർന്നാണ് കൊലപ്പെടുത്തിയത്. മഞ്ചേരി 1ാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതി ശനിയാഴ്ച കേസിൽ വിധി പറയും. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 5-ന് രാവിലെ കോൺഗ്രസ് ഓഫീസ് വൃത്തിയാക്കാനെത്തിയ രാധയെ കാണാതാവുന്നതോടെയായിരുന്നു തുടക്കം. 4 ദിവസത്തിനു ശേഷം ചുള്ളിയോട് ഉണ്ണിക്കുളത്ത് നിന്ന് മൃതദേഹം കണ്ടെത്തി. കഴുത്തു ഞെരിച്ചും ലൈംഗികാവയവം വികൃതമാക്കിയും നടത്തിയ ദാരുണമായ കൊലപാതകത്തിന് പിന്നിൽ മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ പേഴ്സണൽ സ്റ്റാഫ് ബിജുവും സുഹൃത്ത് ഷംസുദ്ദീനും പിടിയിലായതോടെ രാഷ്ട്രീയ കേരളം ഇളകിമറിഞ്ഞു. സംഭവത്തിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ ബന്ധം കൂടി സംശയിക്കപ്പെട്ടതോടെ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളും സജീവമായി. അന്വേഷണ ഉദ്യോഗസ്ഥർ പിന്നാലെ മാറുകയും പരസ്പരം തർക്കിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് IG B സന്ധ്യ അന്വേഷണ ചുമതല ഏറ്റെടുത്തത്. കുറ്റപത്രം സമർപ്പിക്കലും കേസിന്റെ വിചാരണയും മഞ്ചേരിയിലെ 1ാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതിയിൽ വേഗത്തിൽ പൂർത്തിയായി. ശനിയാഴ്ച വിധി പറയാനായി കേസ് പരിഗണിക്കുന്നുണ്ട്. രാജ്യത്ത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായി പുതിയ നിയമം നിലവിൽ വന്ന ശേഷം സംസ്ഥാനത്ത് ആദ്യം രജിസ്റ്റർ ചെയ്ത കേസ് കോൺഗ്രസ് ഓഫീസിലായി എന്നത് യാദൃച്ഛികത മാത്രം. ഞെട്ടിച്ച കൊലപാതക കേസിലെ വിധി എന്തായിരിക്കുമെന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. വിഴിഞ്ഞത്ത് കടലിൽ മുങ്ങിയ ചരക്ക് കപ്പൽ ഉയർത്തിയെടുത്ത് വിഴിഞ്ഞം തീരത്തെത്തിച്ചു. MV മിന്നത്ത് എന്ന കപ്പൽ മറൈൻ എൻഫോഴ്സ്മെന്റാണ് തീരത്തെത്തിച്ചത്. പുലർച്ചെയാണ് മാലിയിലേക്ക് ചരക്കുമായി പോയ കപ്പൽ 7 നോട്ടിക്കൽ മൈൽ ദൂരത്ത് വെച്ച് മുങ്ങിയത്. കപ്പലിലെ 11 ജീവനക്കാരും സുരക്ഷിതരാണ്. ഒരു ദുരന്ത കാഴ്ചയിലേക്ക്. 11 ജോലിക്കാരും 176 ടൺ പച്ചക്കറിയുമായി ബുധനാഴ്ച രാത്രി 8 മണിക്ക് വിഴിഞ്ഞം പോർട്ടിൽ നിന്നും മാലിയിലേക്ക് പുറപ്പെട്ട സ്വകാര്യ ഏജൻസിയുടെ MV മിന്നത്ത് എന്ന കപ്പലിലാണ് പുലർച്ചെ 2 മണിയോടെ ചോർച്ച കണ്ടെത്തിയത്. പ്രൊപ്പല്ലറിനടുത്ത് 2 മീറ്റർ മാറി സ്ഥാപിച്ചിരുന്ന കപ്ലിങ്ങുകൾ ഇളകിമാറിയതാണ് അപകടത്തിന് കാരണം. ചോർച്ചയിൽ എഞ്ചിൻ റൂമിൽ വെള്ളം കയറിയതോടെ 8 നോട്ടിക്കൽ മൈൽ, അതായത് ഏകദേശം 13 കിലോമീറ്റർ അകലെ വെച്ച് കപ്പലിൻ്റെ എഞ്ചിൻ പ്രവർത്തനം നിലച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ കപ്പലിൽ നിന്നും വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡിന് സന്ദേശം ലഭിച്ചു. രക്ഷാ ഉപകരണങ്ങളുമായി കോസ്റ്റ് ഗാർഡും ഒപ്പം കസ്റ്റംസും ഫിഷറീസ് വിഭാഗവും സംഭവസ്ഥലത്തേക്ക് തിരിച്ചു. എന്നാൽ 1 മീറ്റർ താഴ്ചയിലേക്ക് മുങ്ങിയ കപ്പലിനെ രക്ഷിക്കാൻ മാർഗം കാണാതെ രക്ഷാസംഘം കുഴഞ്ഞു. ഇതേസമയം കോസ്റ്റ് ഗാർഡിന്റെ നിർദ്ദേശമനുസരിച്ചെത്തിയ 2 ലൈഫ് ഗാർഡുകൾ യാദൃച്ഛികമായി കപ്പലിന്റെ രക്ഷകരായി മാറി. അവരുടെ ബോട്ടിൽ കരുതിയിരുന്ന 2 മരക്കഷ്ണങ്ങൾ കപ്പലിന്റെ ചോർച്ചയുള്ള ഭാഗത്ത് തറച്ച് വെള്ളം ഉള്ളിലേക്ക് കയറുന്നത് തടഞ്ഞുവെന്ന് കൃത്യനിർവഹിച്ച ടൂറിസം ലൈഫ് ഗാർഡ് ബാബു പറയുന്നു. എന്ത് ബുദ്ധിയിലാണ് ഉദ്ദേശിച്ചതെന്ന് അറിയത്തില്ല. അവിടെ 2 തടി കഷ്ണം എടുത്തിട്ടുന്നു. അത് അവിടെ കൊണ്ടുപോയി അത് ഏറ്റവും ഉപകാരപ്പെട്ടത് ആ 2 തടി കഷ്ണമാണ്. അതിനെ ഞങ്ങൾ ഷാർപ്പ് ചെയ്ത് അടിയിൽ പോയി എൻ്റെ ജ്യേഷ്ഠനാണ് ആ ഫോൾ കണ്ടുപിടിച്ചത്, പൊട്ടിയ ഭാഗം. അവിടെ കൊണ്ടുപോയി ഞങ്ങൾ ഈ ആപ്പ് അടിച്ച് കയറ്റി, തടി കഷ്ണം അടിച്ച് കയറ്റി. ആ ഫസ്റ്റിൽ ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ വെള്ളം ബ്ലോക്ക് ചെയ്തു. ഇതിനിടയിൽ കപ്പലിന്റെ ഭാരം കുറയ്ക്കാൻ പച്ചക്കറികൾ കപ്പലിലെ ജോലിക്കാർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. തുടർന്ന് കോസ്റ്റ് ഗാർഡിന്റെ കപ്പലെത്തി കെട്ടിവലിച്ച് മണിക്കൂറുകളുടെ ശ്രമത്തിനൊടുവിൽ MV മിന്നത്തിനെ കരയ്ക്കടിപ്പിച്ചു. 11 മനുഷ്യരുടെ ജീവനുകളും കോടിക്കണക്കിന് രൂപ വിലയുള്ള ഈ കപ്പലും അതിനുള്ളിലെ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന ചരക്കും കടലിൽ മുങ്ങിപ്പോകാതിരിക്കാൻ തുണയായത് കേവലം 2 മരക്കഷ്ണങ്ങൾ മാത്രമാണ്. വിഴിഞ്ഞം പോർട്ടിൽ നിന്നും ക്യാമറമാൻ ചന്ദ്രശേഖരനൊപ്പം BG മിനീഷ് കുമാർ. മാവോവാദി ബന്ധം ആരോപിച്ച് ആദിവാസി യുവാവിനെ പോലീസ് തടങ്കലിൽ വെച്ചതിനെതിരെ മനുഷ്യാവകാശ പ്രവർത്തകർ രംഗത്തെത്തി. ഭൂമാഫിയയും പോലീസും ചേർന്ന് ജനകീയ സമരങ്ങളെയും ആദിവാസികളെയും വേട്ടയാടുകയാണെന്നാണ് ആരോപണം. മലപ്പുറം അരീക്കോട്ട് നിന്ന് ആദിവാസി യുവാവിനെ മാവോയിസ്റ്റാണെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തത് വിവാദമായിരുന്നു.
മാവോവാദി വേട്ട മനുഷ്യാവകാശ പ്രവർത്തകരെ മാത്രമല്ല ആദിവാസികളെ കൂടി ലക്ഷ്യം വെക്കുന്നുവെന്നതിന്റെ തെളിവായിരുന്നു മലപ്പുറം അരീക്കോട് നടന്നത്. ആദിവാസി യുവാവ് ഊർങ്ങാട്ടിരി കൂരങ്കല്ലിൽ രാജേഷിനെതിരെ UAPA കരിനിയമം ചുമത്തി 3 ദിവസം നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ച സംഭവം മനുഷ്യാവകാശ പ്രവർത്തകർക്കിടയിൽ കടുത്ത ആശങ്കയുയർത്തിയിരുന്നു. ക്വാറി മാഫിയയുടെ ഭൂമി കയ്യേറ്റം തടഞ്ഞതിനുള്ള പ്രതികാരമായിരുന്നു മാവോവാദി ആരോപണമെന്ന് പിന്നീട് വ്യക്തമായി. ഭൂമാഫിയയും ഭരണകൂട ഭീകരതയും കൈകോർത്ത് നടത്തുന്ന മാവോയിസ്റ്റ് വേട്ടയ്ക്കെതിരെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നിക്കണമെന്ന് പ്രമുഖ അഭിഭാഷകനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ PA പൗരൻ പറഞ്ഞു. വികസനത്തിൻ്റെ പേരിൽ സർവ്വ റിസോഴ്സസും ജനങ്ങളുടെ കോമൺ പ്രോപ്പർട്ടി ആയിട്ടുള്ളത് മുഴുവൻ കൊള്ളയടിക്കുക, ഈ ഒരു താല്പര്യമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ആരെങ്കിലും പ്രതികരിക്കുകയാണെങ്കിൽ, ആരെങ്കിലും ഒരു പുസ്തകം എഴുതിയാൽ, ആരെങ്കിലും ഒരു ലേഖനം എഴുതിയാൽ അവരെ മുഴുവൻ ഒരു ടെററിസ്റ്റാണ്, ഭീകരവാദിയാണ്, മാവോയിസ്റ്റാണ്, നക്സലൈറ്റാണ് എന്ന് ബ്രാൻഡ് ചെയ്യുന്ന ഒരു പ്രത്യേക സമീപനമാണ് ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഊർങ്ങാട്ടിരിയിലെ ക്വാറിക്കെതിരെ ആദിവാസികൾ നടത്തുന്ന ചെറുത്തുനിൽപ്പിനെ പോലീസിനെ ഉപയോഗിച്ചാണ് മാഫിയകൾ ഇല്ലാതാക്കുന്നത്. പ്രതിഷേധിച്ചാൽ ഇങ്ങനെയായിരിക്കുമെന്നൊരു മുന്നറിയിപ്പും ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കുള്ളൊരു ഭീഷണിയും കൂടിയാണ് അരീക്കോട് സംഭവം. മലപ്പുറത്ത് നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സാലിഹ്. കൊച്ചി നീറ്റ ജലാറ്റിൻ ആക്രമണ കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ കണ്ണൂർ സ്വദേശി ജോസിനെ ഈ മാസം 7 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ അനുമതി നൽകിയത്. ജോസിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. പനമ്പള്ളി നഗറിലെ നീറ്റ ജലാറ്റിൻ ഓഫീസിന് നേരെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ ജോസിന് പങ്കുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ ആക്രമണവുമായി തനിക്ക് ബന്ധമില്ലെന്ന് കോടതിയിൽ ഹാജരാക്കവേ ജോസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ബാർ കോഴക്കേസ് അട്ടിമറിക്കാൻ ഒരു വിഭാഗം ബാർ ഉടമകളുടെ നീക്കം. എലഗൻസ് ബാറുകളിൽ ഭൂരിഭാഗം രേഖകളും തീയിട്ട് നശിപ്പിച്ചതായി ആദായ നികുതി വകുപ്പ് കണ്ടെത്തി. ഹാർഡ് ഡിസ്കിൽ നിന്ന് പല വിവരങ്ങളും മായ്ച്ചു കളഞ്ഞു. വീണ്ടെടുക്കാനുള്ള ശ്രമം ആദായ നികുതി വകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. എലഗൻസ് ഗ്രൂപ്പ് ഉടമ ബിനോയിയുടെ അങ്കമാലിയിലെ വീടിന് പിന്നിലാണ് രേഖകൾ കത്തിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇത് ബാർ കോഴയുമായി ബന്ധപ്പെട്ട രേഖകളാണോ എന്ന കാര്യം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ്. പിടിച്ചെടുത്ത ഹാർഡ് ഡിസ്കുകളിൽ നിന്ന് കണക്കുകൾ ഉൾപ്പെടെ മായ്ച്ചു കളഞ്ഞതായും വ്യക്തമായിട്ടുണ്ട്. 4 മാസത്തെ കണക്കുകൾ മാത്രമാണ് ഹാർഡ് ഡിസ്കിൽ ഉള്ളത്. ഇക്കാര്യം പരിശോധിക്കാൻ കമ്പ്യൂട്ടർ വിദഗ്ധരുടെ സേവനം ആദായ നികുതി വകുപ്പ് തേടി. ബാർ കോഴ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ എലഗൻസ് ഗ്രൂപ്പിന് കീഴിലെ ബാർ ഹോട്ടലുകളിലും സ്ഥാപനങ്ങളിലും ചൊവ്വാഴ്ചയാണ് ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയത്. റെയ്ഡിൽ 18 കോടി രൂപയ്ക്കുള്ള സ്രോതസ് കണ്ടെത്താനായില്ല. രേഖകൾ ഹാജരാക്കാൻ എലഗൻസ് ഗ്രൂപ്പിന് ആദായ നികുതി വകുപ്പ് സമയം അനുവദിച്ചിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദേശീയ ഗെയിംസ് അഴിമതിയിൽ CBI പരിശോധന ആരംഭിച്ചു. ഗെയിംസ് നടത്തിപ്പിൽ ചീഫ് സെക്രട്ടറി നടത്തിയ പരാമർശങ്ങളും മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുമാണ് CBI പരിശോധനയ്ക്ക് ആധാരം. CBIക്ക് ലഭിച്ച പരാതിയും പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. ഗെയിംസ് സെക്രട്ടേറിയറ്റിൽ നിന്ന് കരാർ സംബന്ധിച്ച ചില ഫയലുകളും CBI ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി കൊണ്ടുപോയി. ഒടുവിൽ ദേശീയ ഗെയിംസ് അഴിമതിയിൽ CBIയും ഇടപെടുന്നു. CBI ചെന്നൈ യൂണിറ്റിന് ലഭിച്ച കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക പരിശോധന ആരംഭിച്ചത്. 2 ആഴ്ച മുമ്പ് 50 പേജുള്ള ദീർഘമായ പരാതി CBIക്ക് ലഭിച്ചിരുന്നു. അതോടൊപ്പം അഴിമതിയുടെയും ദൂർത്തിന്റെയും വിശദാംശങ്ങൾ വെളിപ്പെടുത്തുന്ന മാധ്യമ വാർത്തകളും CBI പരിഗണിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചെന്നൈ യൂണിറ്റ് IGയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരുവനന്തപുരത്ത് എത്തിയത്. കരാറുകളുമായി ബന്ധപ്പെട്ട ഫയലുകളുടെ പകർപ്പുകൾ, സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ, ഫോട്ടോകൾ, വീഡിയോ ദൃശ്യങ്ങൾ എന്നിവ CBI ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെയാണ് സംസ്ഥാന സർക്കാർ ദേശീയ ഗെയിംസ് സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര ഫണ്ട് ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ CBI അന്വേഷണം അനിവാര്യമാകും. അന്വേഷണം വേണ്ടി വന്നാൽ തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കുവാനാണ് CBI ഉദ്യോഗസ്ഥർ രേഖകൾ ശേഖരിക്കുന്നത്. ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിച്ചതോടെ ഗെയിംസ് അവസാനിച്ചാലുടൻ CBI അന്വേഷണം ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി. NV ബാലകൃഷ്ണൻ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ക്രിസ്ത്യൻ പള്ളികൾക്കെതിരായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ദില്ലിയിൽ വൻ പ്രതിഷേധം അരങ്ങേറി. ദില്ലി ഗോൾഡൻ ഖാന ചർച്ചിന് മുന്നിലെ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നില്ല. ദില്ലി ബ്യൂറോയുടെ റിപ്പോർട്ട്. 2 മാസത്തിനിടെ 5 ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്ക് നേരെ ആക്രമണം നടന്നിട്ടും കൃത്യമായ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നോ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാവാത്ത പശ്ചാത്തലത്തിലാണ് വിശ്വാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. രാവിലെ ദില്ലി ഗോൾഡഖാന ചർച്ചിൽ നിന്നും പ്രകടനമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വസതിയിലെത്തി നിവേദനം നൽകാനായിരുന്നു പദ്ധതിയെങ്കിലും പ്രതിഷേധക്കാരേക്കാൾ കൂടുതൽ പോലീസ് രാവിലെ തന്നെ ചർച്ചിന് മുമ്പിലെത്തിയിരുന്നു. പുരോഹിതന്മാരും കന്യാസ്ത്രീകളും വിശ്വാസികളുമടക്കം 300ഓളം പേരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. ഇത് ചെറിയ സംഘർഷത്തിനിടയാക്കി. പള്ളി തകർത്ത സംഭവത്തിൽ പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് സമരക്കാർ ചോദിക്കുന്നത്. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്തുകൊണ്ട് സൈലൻസ് ആയിരിക്കുന്നു? എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അതാണ് നമുക്ക് വേണ്ടത്. പ്രൈം മിനിസ്റ്റർ എന്തുകൊണ്ട് നിശബ്ദനാകുന്നു? പ്രൈം മിനിസ്റ്റർ നിശബ്ദനാകാൻ പാടില്ല.
അയാൾ പറയണം. അദ്ദേഹത്തിന്റെ കടമയാണ് എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യുക, എല്ലാ റിലീജിയനെയും നോക്കുക എന്നുള്ളത്. അതിയാൻ നിശബ്ദനാകുന്നതാണ് നമുക്കുള്ള വിഷമം. മാധ്യമപ്രവർത്തകരെ പോലും പ്രതിഷേധം ചിത്രീകരിക്കുന്നതിൽ നിന്നും പോലീസ് വിലക്കിയത് അല്പനേരം വാക്കേറ്റത്തിലാക്കി. അതിനിടെ അവിടെയെത്തി പ്രതിഷേധക്കാരുമായി സംസാരിച്ചു നിന്നിരുന്ന ആം ആദ്മി വക്താവ് രാഘവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. ഒടുവിൽ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പ്രതിഷേധം പിൻവലിച്ചു. 5 ക്രിസ്ത്യൻ ദേവാലയങ്ങൾ തുടരെ ആക്രമിച്ചതിനെ തുടർന്നാണ് ഇവർ ഈ സമരമാർഗവുമായി ഇവിടെ എത്തിയത്. പക്ഷേ യാതൊരുവിധ അക്രമ സംഭവങ്ങളും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിലും ഇവരെക്കാൾ കൂടുതൽ സംഘടിച്ച പോലീസുകാർ ഇവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ദില്ലിയിലെ ഗോൾഡൻ ഗാന ചർച്ചിന് മുന്നിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിയുടെ ദൃശ്യങ്ങൾക്കൊപ്പം വിജേഷ് നടുവിൽ. 2 വർഷം മുമ്പ് ഉടമ അടച്ചുപൂട്ടിയ വാഗമൺ കോട്ടമല തേയില എസ്റ്റേറ്റിലെ 300ഓളം തൊഴിലാളി കുടുംബങ്ങൾ ദുരിതത്തിലാണ്. ജോലി ചെയ്ത കാലത്തെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകാൻ തോട്ടമുടമ തയ്യാറാകാത്തത് ഇവരുടെ ജീവിതം ഇരട്ടിയാക്കുന്നു. മരുന്ന് വാങ്ങാൻ പോലും നിവൃത്തിയില്ലാതെയും ചികിത്സ കിട്ടാതെയും നിരവധി പേരാണ് കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇവിടെ മരിച്ചു വീണത്. എനിക്ക് 28 വർഷം സർവീസുണ്ട്. എനിക്ക് പല പ്രാവശ്യം ഞാൻ പല ചോദിച്ചിട്ടുണ്ട്, അപേക്ഷ എഴുതി കൊടുത്തിട്ടുണ്ട്. എൻ്റെ കൊച്ചിനെ കടിച്ചു വരണം, കെട്ടിക്കറായ പെണ്ണ. അപ്പോൾ എൻ്റെ സർവീസ് ഞാൻ കടിച്ചു വിട്ടെന്നിട്ട് അവർ തരുന്നില്ല. തോട്ടം തൊഴിലാളികളെ മനുഷ്യരായി പോലും പരിഗണിക്കാൻ ഈ ആധുനിക കാലത്തും തോട്ടമുടമകൾ തയ്യാറാവുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ അനുഭവം. കാരണങ്ങളൊന്നും പറയാതെ ഉടമകൾ 2 വർഷം മുമ്പ് തോട്ടങ്ങൾ അടച്ചുപൂട്ടുകയായിരുന്നു. തൊഴിലാളികൾക്ക് നൽകാനുള്ള ശമ്പള കുടിശ്ശിക പോലും ഇനിയും നൽകിയിട്ടില്ല. ഗ്രാറ്റുവിറ്റി തുടങ്ങി നിയമപരമായി തൊഴിലാളികൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ തോട്ടമുടമ സ്വന്തമാക്കി. ചോദിക്കുമ്പോൾ തരാമെന്ന് പറയും. അവിടെ ഓഫീസിൽ ചെന്ന് പാലായിട്ടൊന്ന് ചോദിച്ചാലും തരത്തില്ല. അങ്ങനെ ഭയങ്കര കഷ്ടത്തിലാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. എൻ്റെ പെണ്ണുമ്പിള്ള കാറ്റിൻ്റെ അസുഖക്കാരിയാണ്. ഇടിഞ്ഞു വീഴാറായ ലയങ്ങളിൽ ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാതെ ദുരിത ജീവിതം തള്ളി നിൽക്കുകയാണ് 300-ലധികം തൊഴിലാളികൾ. ഒരു വണ്ടി സൗകര്യമോ ഒരു മരുന്ന് മേടിക്കാനോ ഒരു വെള്ളത്തിനോ ഇതൊന്നുമില്ല. വെറും ഞങ്ങളുടെയൊക്കെ ജീവിതം പറഞ്ഞ ഒരു കാട്ടുമനുഷ്യൻ ഇപ്പോൾ പോലും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെന്നാണ്. രോഗം ബാധിച്ച് യഥാസമയം ചികിത്സ ലഭിക്കാതെ നിരവധി പേർ കഴിഞ്ഞ 2 വർഷത്തിനിടെ ഈ ലയങ്ങളിൽ മരിച്ചു വീണു. പലരും ഒരായുസ് മുഴുവൻ ഈ തോട്ടങ്ങളിൽ പണിയെടുത്ത് മാറാരോഗികളായി തീർന്നവർ. 1000 രൂപ വെച്ച് മാസം ഒന്ന് തന്ന് സഹായിക്കുവാണേ അച്ഛൻ ഇപ്പോഴും ജീവനോടെ ഇരുന്നാണ്. മരുന്ന് കഴിക്കാൻ മാർഗമില്ലാഞ്ഞിട്ടാ പുള്ളി മരിച്ചത്. ഉടമ ഉപേക്ഷിച്ച തോട്ടങ്ങളിലെ കൊളുന്തുനുള്ളി വിറ്റാണ് പലരും ഒരു നേരത്തെയെങ്കിലും അന്നത്തിന് വക കണ്ടെത്തുന്നത്. 1 പതിറ്റാണ്ട് മുമ്പുണ്ടായ തോട്ടം പ്രതിസന്ധിയുടെ മറവിലാണ് തോട്ടമുടമ ഇപ്പോഴും ചൂഷണം തുടരുന്നത്. ഇക്കാര്യത്തിൽ പക്ഷേ ഒരു ഇടപെടലിനും സംസ്ഥാന സർക്കാരോ തൊഴിൽ വകുപ്പോ തയ്യാറാകുന്നില്ല എന്നാണ് ഇവരുടെ പരാതി. വാഗമണിലെ കോട്ടമല എസ്റ്റേറ്റിൽ നിന്നും ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം സാലി മുഹമ്മദ്. ദേശീയ ഗെയിംസിലെ വോളണ്ടിയർ തെരഞ്ഞെടുപ്പിനെതിരെയും പരാതി. വോളണ്ടിയർ ട്രെയിനിങ്ങിൽ പങ്കെടുത്ത പലരെയും ഗെയിംസ് തുടങ്ങിയപ്പോൾ ഒഴിവാക്കി. ട്രെയിനിങ് കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന വിശദീകരണം പോലും അധികൃതർ നൽകിയിട്ടില്ലെന്നാണ് ആരോപണം. ആ റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. വിവിധ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളെയാണ് ദേശീയ ഗെയിംസിൽ വോളണ്ടിയർമാരെ തെരഞ്ഞെടുത്തത്. ഓൺലൈൻ അപേക്ഷ നൽകിയവരിൽ നിന്നും തെരഞ്ഞെടുത്തവർക്ക് പ്രത്യേക ട്രെയിനിങ്ങും നൽകി. എന്നാൽ ജനറൽ ട്രെയിനിങ് കഴിഞ്ഞ പലരെയും യാതൊരു വിശദീകരണവും നൽകാതെ സംഘാടകർ ഒഴിവാക്കിയെന്നാണ് ആരോപണം. ട്രെയിനിങ് ഉണ്ടായിരുന്നു, ജനറൽ ട്രെയിനിങ്, അതിന് അറ്റൻഡ് ചെയ്തിരുന്നു. വോളണ്ടിയറിന് ശരിക്കും ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളവരെയാണ് എടുത്തത്. ഇത്ര നാളിലുള്ള എടുക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ആദ്യം ഞങ്ങൾ കറക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്തതായിരുന്നു. അതേസമയം വോളണ്ടിയർമാരായി ജോലി ചെയ്യുന്നവരുടെ കാര്യമെടുത്താൽ ആദ്യം നൽകിയ വാഗ്ദാനങ്ങളൊന്നും അധികൃതർ പാലിച്ചിട്ടില്ല. 2 ടീഷർട്ട്, 2 ട്രാക്ക് സ്യൂട്ട്, 1 ജോഡി ഷൂസ്, തൊപ്പി എന്നൊക്കെ ഓഫർ ഉണ്ടായിരുന്നെങ്കിലും ആകെ നൽകിയത് 1 ടീഷർട്ടും തൊപ്പിയും മാത്രം. വോളണ്ടിയർമാർക്ക് വാഹന സൗകര്യം ഏർപ്പാടാക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതും ഫലത്തിലില്ല. ഒഫീഷ്യലുകളുടെ യൂണിഫോമിലുമൊക്കെ കഥ ഇങ്ങനെ തന്നെ. എന്തായാലും ദേശീയ ഗെയിംസിന്റെ നല്ല നടത്തിപ്പ് ആഗ്രഹിക്കുന്ന ഇവരുടെ പരാതിയൊന്നും അധികൃതർ അറിഞ്ഞ മട്ടില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി.